ഹലോ, സെൽ സൊല്യൂഷൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് HTCയുടെ 616 എന്ന് പറയുന്ന മോഡലിൻ്റെ ചാർജിങ് കംപ്ലൈൻസിനെ കുറിച്ചാണ്. ചാർജിങ് കംപ്ലൈൻറ്റ് വന്നാൽ എന്ത് ചെയ്യണം, ചാർജിങ് ജമ്പർ എങ്ങോട്ട് കൊടുക്കാം, ഇനി അഥവാ ബോർഡിലേക്ക് എങ്ങോട്ടാണ് കയറുന്നത്, അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. വീഡിയോ ശ്രദ്ധിച്ച് കാണാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതാണ് ഇതിൻ്റെ ചാർജിങ് കണക്ടർ. ചാർജിങ് കണക്ടറിന് ആകെ 5 ലെഗുകളാണുള്ളത്. 5 ലെഗുകളിൽ ആദ്യത്തേതും അവസാനത്തേതും ലെഗുകൾ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അതിൽ ഈ സൈഡിലെ ഫസ്റ്റ് ആണ് നെഗറ്റീവ്. അത് ഇങ്ങോട്ട് നിങ്ങൾക്ക് ഒരു ജമ്പർ അടിച്ച് വെച്ച് ഇച്ചിരി ലെഡ് ഇതിവിടെ സ്ക്രാച്ച് ചെയ്യുക, ഇച്ചിരി ലെഡ് അപ്ലൈ ചെയ്യുക. ഈ സൈഡിലെ ഫസ്റ്റിലത്തെ കാലേന്ന് ഇങ്ങോട്ടൊരു ജമ്പർ അടിച്ചു കൊടുക്കുക. പിന്നെ ഈ സൈഡിൽ ഫസ്റ്റ് ലെഗ് അതാണ് പോസിറ്റീവ്. ആ പോസിറ്റീവ് കയറുന്നത് ഇപ്പുറത്തെ സൈഡിൽ ഇത് കണ്ടോ, ഇവിടെ ഒരു കപ്പാസിറ്റർ കണ്ടോ, അതിൻ്റെ താഴത്തെ ലെഗിലേക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് പ്രിൻ്റ് പോയതാണെങ്കിൽ ഒരു ജമ്പർ ഇട്ട് ഇങ്ങോട്ട് കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ താഴത്തെ സൈഡിലേക്കാണ് ആ കണക്ഷൻ കയറുന്നത്. അപ്പോൾ ചാർജിങ് കംപ്ലൈൻ്റ് ആയിട്ട് വന്ന ഈ കപ്പാസിറ്റർ ഒന്ന് ചെക്ക് ചെയ്തോളുക. ഈ കപ്പാസിറ്റർ ഒരു ഫിൽറ്റർ കപ്പാസിറ്ററാണ്. ഒരു സൈഡ് പോസിറ്റീവ് കയറുന്നു, ഇത് നെഗറ്റീവായിട്ട് ആണ് ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിൻ്റെ കണക്ഷൻ. അതായത് ഇത് ഓപ്പൺ ആയി കഴിഞ്ഞ് ഇത് ഷോർട്ടായി, കപ്പാസിറ്റർ ഷോർട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നാ പറ്റും, പോസിറ്റീവ് വോൾട്ടേജ് നെഗറ്റീവിലേക്ക് പോയിട്ട് കറണ്ട് അവിടെ ഇങ്ങോട്ട് ഫ്ലോ ആകാതിരിക്കും. അപ്പം ചാർജ് ഒട്ടും കയറുന്നില്ലാത്ത കംപ്ലൈൻറ്റിൽ ഈ കപ്പാസിറ്റർ ഷോർട്ടായിട്ടുണ്ടോ എന്ന് നോക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് കപ്പാസിറ്ററാണ്. പിന്നെ ഇത് ബോർഡിലേക്ക് എങ്ങോട്ടാണ് കയറുന്നതെന്ന് ഞാൻ പറയാം. ഇതൊരു സ്ട്രിപ്പ് വഴിയാണ് പോകുന്നത്. ഇനി അഥവാ സ്ട്രിപ്പൊക്കെ മുറിഞ്ഞു പോയിട്ടുള്ള കേസുകളാണെന്നരിൽ അതെങ്ങനെ റിപ്പയർ ചെയ്യണം എന്നതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ആ പോസിറ്റീവ് വോൾട്ടേജ് ബോർഡിൽ എവിടെ കയറുന്നു എന്നതിനെക്കുറിച്ചാണ്. ബോർഡിൽ ഇത് കണ്ടോ, ഒരു കപ്പാസിറ്റർ, ഈ മെമ്മറി ഇടുന്ന സ്ലോട്ടിന് മുകളിൽ ഒരു കപ്പാസിറ്റർ ഇരിപ്പുണ്ട്. അതിൻ്റെ താഴത്തെ സൈഡിലേക്കാണ് കയറുന്നത്, താഴത്തെ ലെഗിലേക്കാണ് കയറുന്നത്. അപ്പോൾ ഈ കപ്പാസിറ്ററും ഒന്ന് ഫിൽറ്റർ ചെയ്യുന്ന കപ്പാസിറ്ററാണ്. അപ്പോൾ ഈ കപ്പാസിറ്ററും ഇതിൻ്റെ അപ്പുറത്തേക്കാളും സ്വാഭാവികമായിട്ട് നെഗറ്റീവായിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ കപ്പാസിറ്ററും ഷോർട്ടായാൽ പ്രശ്നമാണ്. നിങ്ങൾ ചാർജ് കയറിയാലാത്ത പ്രശ്നമുണ്ടെന്നൊരിൽ നിങ്ങൾ ഈ കപ്പാസിറ്റർ ഷോർട്ടാണോ എന്ന് നിങ്ങൾ നോക്കണം. ആദ്യം ഇതിന് ചെക്ക് ചെയ്യേണ്ടത്, ഇതിന് ഫോണ് ചാർജിങ് കംപ്ലൈൻ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള ഒരു ചാർജിങ് കണക്ടർ ഫിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ചാർജിങ് കണക്ടർ ഫിറ്റ് ചെയ്ത് ആദ്യം ഈ താഴെ വോൾട്ടേജ് കാണിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ മൾട്ടിമീറ്റർ ചെക്ക് ചെയ്ത് നോക്കുക. ഒരു സൈഡ് ഇവിടെ നെഗറ്റീവ് വയ്ക്കുക, നെഗറ്റീവ് പോള്. പോസിറ്റീവ് പോൾ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ എത്ര വോൾട്ട് കാണിക്കും? 5 വോൾട്ട് കാണിക്കും. അത് കഴിഞ്ഞ് ഈ 5 വോൾട്ട് തന്നെ ഈ കപ്പാസിറ്ററിൻ്റെ താഴത്തെ കാലിലും കാണിക്കണം. അപ്പോൾ കാണിക്കുന്നില്ലെന്നൊരു ഇവിടെ എവിടെയോ ബ്രേക്ക് ആണെന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ ഇത് കാണിക്കണം. അപ്പോൾ ഇങ്ങോട്ടൊക്കെയാണ് ഇതിൻ്റെ ജമ്പർ ലൈനുകൾ കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് സ്ട്രിപ്പ് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് ജമ്പർ കൊടുക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോകളുടെ അപ്ഡേഷൻ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. ഞാൻ മൊബൈൽ സംബന്ധമായ ഒട്ടുമിക്ക വീഡിയോകളും ഞാൻ ഈ ചാനൽ വഴി ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ അമർത്തി വയ്ക്കുക. അപ്പോൾ ഒരു പുത്തൻ കിടിലം വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.